ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൽബട്രോൺ. ഗൈസ്, ഇന്നൊരു സങ്കടകരമായ കാര്യം. ഞാൻ സത്യം പറഞ്ഞ ഇന്നത്തെ വീടുണ്ടാക്കാനൊക്കെ ആയിട്ടായിരുന്നു. വീടുണ്ടാക്കിയ വീഡിയോ എടുത്ത്, പക്ഷെ വീഡിയോ പിന്നെ ഞാൻ കട്ട് ചെയ്ത് സ്റ്റോപ്പായിപ്പോയി. പിന്നെ ഞാൻ വീഡിയോസിൻ്റെ അകത്ത് കയറി വെക്കുന്നേരം അതിൻ്റെ അകത്ത് എൻ്റെ വീഡിയോ കാണുന്നില്ല. എവിടെ പോയി, എങ്ങനെ പോയി എന്ന് എന്നോട് ചോദിക്കരുത്. ആരോ എന്തോ ആക്കി. അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും തുടങ്ങുക. ഞാനിപ്പോൾ വീണ്ടും വന്നിട്ട് കുറച്ച് സ്ലാബ് എടുക്കാൻ വേണ്ടിയിട്ട് വുഡ് മൈൻ ചെയ്യാൻ വന്നതിന്. അപ്പോൾ എന്തായാലും വന്നതല്ലേ, കുറച്ച് വുഡ് മൈൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് എൻ്റെ ഇന്ന് എന്തൊക്കെയാണ് നടന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നുകൂടി കൺഫേം ചെയ്ത റെക്കോർഡായിട്ടില്ലേ, നമ്മൾ വീണ്ടും ഊബിയില്ലേ. പിന്നെ ഞാനിത് വന്നിട്ട് കാണിച്ചു തരേണ്ട അവസ്ഥ. നമ്മൾ കംപ്ലീറ്റ് വീടുണ്ടാക്കി. പിന്നെ വീട്ടിലേക്ക് കുറച്ച് ഡെക്കറേഷനായിട്ട് കുറച്ച് ഇലയൊക്കെ ഇതൊക്കെ അതിൻ്റെ ബാക്കി. ഇവിടുന്ന് ഞാൻ ഷിയേഴ്സ് എടുത്തുകൊണ്ട് കുറച്ച് ഇലയൊക്കെ ഇതാക്കി. പിന്നെ നമ്മൾ മൈനിങ്ങിന് പോയി. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അത് ഞാൻ നോക്കട്ടെ. ദേ കിടക്കുന്ന നമ്മുടെ വീട്. ഞാൻ ഇവിടെ അത്യാവശ്യം നല്ല ടോർച്ചും ഇതൊക്കെ വെച്ച് കംപ്ലീറ്റ് ഞാനൊരു ട്യൂട്ടോറിയൽ പോലെ എഴുതി എടുത്തായിരുന്നു ഗൈസ്. എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ഉള്ളത് കാണിച്ചു. ഗ്ലാസ്സൊക്കെ വെച്ച് കംപ്ലീറ്റ് ചെയ്തതായിരുന്നു. കുറച്ച് ഗ്രാസ് ആഡ് ചെയ്യാം, ലീവ്സ് ആഡ് ചെയ്യാം. ലീവ്സ് ആഡ് ചെയ്യാൻ ഒന്നുകൂടി ഒന്ന് രസമുണ്ടാകുന്നതാണ്. ഞാൻ ഇന്ത്യയിലെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറേ സാധനമൊക്കെ എടുക്കാൻ പറയാം. അപ്പോൾ പിന്നെ തിരിച്ച് ഞാൻ ഒന്ന് കട്ട് ചെയ്തായിരുന്നു ഗൈസ്. പിന്നെ നോക്കുന്നവരെ കാണുന്നില്ല. അതിൻ്റെ ആപ്പിൻ്റെ അകത്ത് കയറി വെക്കുന്നവരെ ആപ്പിൻ്റെ അകത്ത് കാണുന്നില്ല. ഇതിൻ്റെ അകത്ത് കയറി വെക്കുന്നവരെ അതിൻ്റെ അകത്ത് കാണുന്നില്ല. എന്താ എൻ്റെ ഒരു ഭാഗ്യം, അല്ലാത്ത ഭാഗ്യം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചത് ഈ പ്ലേസ് നമ്മുടെ വില്ലേജിൻ്റെ തൊട്ട് മേലെ തന്നെ നമ്മളുള്ളത്. വില്ലേജ് അവിടെ ഉണ്ട്, നേരെ ഇവിടെ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയൊരു ചെറിയ വീട്. ഇത് നമ്മൾ പിന്നെ മാറ്റുന്നതായിരിക്കും. ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഒരു 5x5 ഏരിയ ഒക്കെ എടുത്ത് സെറ്റാക്കിയായിരുന്നു. ഇതൊക്കെ ഞാനെടുത്ത്. പിന്നെ ഇതിൻ്റെ അകത്ത് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ട് സ്ലാബൊക്കെ നമുക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ചേട്ടാ ഇതേതാ ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ കോബിൾഡ് ഡീപ് സ്ലേറ്റ്സ് ആണ് ഗൈസ്. അത് സ്ലാബ് ആക്കിയിട്ട് ഒരു ഫുൾ ബ്ലോക്ക് വെക്കുന്നേരം അതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാവും. അത് ആക്ഷൻ ആൻഡ് സ്റ്റഫിൽ മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പം നിങ്ങൾക്ക് ആ പാക്ക് വേണമെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. താഴെ കയറി ചെക്കൗട്ട് ചെയ്യുക ഗൈസ്. അതിൻ്റെ അകത്തുള്ള ചാനലിൻ്റെ ലിങ്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വന്നതല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫർണേഴ്സ് സെറ്റ് ഇതൊക്കെ നമ്മൾ കാണിച്ചു തരുന്നത്. ഞാൻ കുറച്ച് ഇതെടുത്തുണ്ടായിരുന്നു, ഷാക്ലാൻഡ്. ഇത് കുറച്ചൊന്നും ഇവിടെ തൂക്കിയിടണ്ട്. ഇവിടെ ഇങ്ങനെ വെക്കണമെന്ന് ആലോചിക്കുന്നത്. ഈ ബ്ലോക്ക് അങ്ങ് വെട്ടി മാറ്റി ഇവിടെ വെച്ച് നോക്കിയല്ലോ. എന്താ അത് അതെങ്ങനെ ഉണ്ട് വെട്ടട്ടെ. എടുക്കട്ടെ. ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ വെക്കാം. അതേപോലെ ഇവിടെ പിന്നതാ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടുന്ന് മാറ്റിയിട്ട് ഇവിടെ ചെയ്യണ്ട. ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടുകയാണെങ്കിൽ ക്രാഫ്റ്റിംഗ് ടേബിളോട് വെച്ചാലും മറ്റേ ലൈറ്റ് കിട്ടുമോ? ഇല്ല, ലൈറ്റ് കിട്ടില്ല. തൽക്കാലം ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കാം. അത്യാവശ്യം ലൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ എത്ര ബാക്കിയുണ്ട്? ഒരു 3 എണ്ണം കൂടെ ഉണ്ട്. നമുക്ക്
ഇതിൻ്റെ ഏകദേശം ഒരു സെൻറ്ററിലായിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്ത് ഇങ്ങോട്ടും കട്ട് ചെയ്ത് ഇങ്ങോട്ടും കട്ട് ചെയ്ത് ഇങ്ങോട്ടും കട്ട് ചെയ്തിട്ട് ഇവിടെ 1 2 3 ഒരെണ്ണം കൂടി വെക്കാം. ഇത് നമുക്ക് അല്ല വേണ്ട, ഇവിടെ 1 ബ്ലോക്ക് കൂടി കുഴിച്ചിട്ട് ഷിറ്റ് ഇവിടെ നമ്മളെ കേവ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചതാണ്. ജസ്റ്റ് ഇപ്പം ഒന്ന് താഴോട്ട് ആടിയിട്ട് അപ്പം ഞാൻ എങ്ങനെ സ്റ്റോറേജ് റൂം ഉണ്ടാക്കുന്ന എനിക്കറിയില്ല. നമ്മളെ വീടിൻ്റെ അടിയിലേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് റൂമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്ന എനിക്ക് ഐഡിയ ഇല്ല. ഇതെടുത്തിട്ട് ടോപ്പിലേക്ക് വെക്കണം. ടോപ്പിലേക്ക് വെക്കണം. ഇത് വെച്ച് 1 2 3 ഇതെടുത്ത് ലൈറ്റൊക്കെ ഇട്ട് എല്ലാവരും അറിഞ്ഞു. ഫ്ലാസ് ഉണ്ടല്ലോ, ഫ്ലാസ് വെച്ചാൽ ലൈറ്റ് ഗ്ലാസ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പം ഒരെണ്ണം കൂടി എടുക്കണം. അത് നമുക്ക് നേരെ ഒന്ന് കിടന്നുറങ്ങിയിട്ട് രാവിലെ ആക്കിയിട്ട് ഒന്ന് പോയി ഒന്നുകൂടി എടുത്തിട്ട് വരാം ഗൈസ്. നേരെ പോയിട്ട് ഫുഡ് കയറുന്നെടുത്ത് നമുക്ക് ഈ ടോർച്ചൊക്കെ മാറ്റി ഒന്ന് ലാൻഡേൺ ആക്കണം. കുറച്ച് അയൺ ആവശ്യമുണ്ട്. പക്ഷെ നമ്മുടെ തീരെ അയൺ ഇല്ല. അതെൻ്റെ പെട്ടീൻ്റെ അയൺ ഉണ്ട് തോന്നുന്നു. ഒന്ന് നോക്കട്ടെ. അത് നമുക്ക് ഇന്ന് തന്നെ ലാൻഡേൺ ആക്കാം. ഇതിനാണ് ഞാൻ വന്നത്. ഒരു 4 മതിയെന്ന് വിചാരിക്കുന്നു. ഇതിങ്ങനെ വെച്ചിട്ട് എൻ്റെ ഓക്കെ ഓക്കെ എന്നിട്ട് തന്നെ എടുത്തിട്ട് കയ്യിലുള്ളതൊക്കെ എടുക്കാൻ കൊണ്ടിരിക്കട്ടെ. കുറേ ചവറുണ്ട് വന്ന് കയ്യിൽപ്പെട്ടിട്ട്. ഇനി പെട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ സ്റ്റോറേജ് റൂം ആക്കിയിട്ട് എന്തായാലും നമ്മൾ അങ്ങോട്ട് മാറ്റുള്ളൂ. അതുവരെ ഇത് നമ്മുടെ ഇതിൽ തന്നെ ഉണ്ടാവും. യെസ്, അങ്ങനത്തെ ഒന്നുകൂടി ക്രാഫ്റ്റ് ചെയ്ത് പിന്നെ ബക്കറ്റ്സ് ഉണ്ടാക്കാമല്ലോ. നമുക്ക് 3 എണ്ണം ഉണ്ടാക്കാം. ടോർച്ച് എത്ര എണ്ണം? അപ്പോൾ ഒറ്റ നൊടി വേണം. ഒരേണം കൂടി എടുക്കാം. റെഡി ആവുന്നു തോന്നുന്നു. ഓക്കെ, 4 മൂലക്കൽ തൂക്കാനുള്ള സംഭവമായി. പിന്നെ അടിയിലേക്കുള്ളത് ഗ്ലാസ് എടുത്തില്ല. അപ്പം ഗ്ലാസ് എടുക്കാണ്ട് വീണ്ടും ഇങ്ങോട്ട് വരേണ്ടി വരും. പിന്നെ കുറച്ച് ബ്ലൂ ഡൈ ആവശ്യമുണ്ട്. മഞ്ഞ വേണ്ട, ചുവപ്പ് വേണ്ട. പിന്നെ നോക്കാം. തരുന്ന കുക്കർ
കുക്കഡ് പൊട്ടറ്റോ തോന്നുന്നു. കുക്കഡ് പൊട്ടറ്റോ കൊടുത്ത് 4 എമറാൾഡ്. നമ്മളതിൽ അതിന് പൊട്ടറ്റോ ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് നേരെ ഇത് കൊണ്ടുവച്ച് ഇതും കൂടി ആയിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. ഓക്കെ, ഇതെടുത്ത് പിന്നെ ഓക്കെ. ഇത് വെക്കാനാവില്ലല്ലോ ഗൈസ്, പണിഞ്ഞ്. ടോർച്ച് തന്നെ വെക്കേണ്ടി വരും. ഇതൊരു ഫുൾ ബ്ലോക്ക് വെച്ചാൽ അലമ്പാവും. തൽക്കാലം ടോർച്ച് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതേ നടക്കൂ ഇപ്പം. പിന്നെ തൽക്കാലത്തേക്കത് മതി. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ വേണ്ട വെച്ചാൽ ചെയ്യാം. ഇവിടെ ഒരു വിച്ചുണ്ടല്ലോ, വിച്ചൊരുമാതിരി സാധനമാണ്. ഇവിടെ എന്തൊക്കെയിടാം. ഒന്നുകൂടെ പിന്നെ ഒന്ന്. ഇതോടെ നടക്കാം. നമ്മുടെ പരിപാടി മൊത്തം കഴിഞ്ഞ്. ഓക്കെ, കൊള്ളാല്ലേ? എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇനിയും കുറച്ചുകൂടി മെച്ചപ്പെട്ട വീഡിയോസൊക്കെ ഇറക്കാം. ഓക്കെ, ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട്. ഓക്കെ, തംബ്നെയിലിടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്തായാലും എല്ലാ വീഡിയോ ആണ്. ഇതിൻ്റെ പാർട്ട് 1 എൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിൽ എല്ലാവരും എടുത്ത് കാണാം. പിന്നെ ആക്ഷൻ ആൻഡ് സ്റ്റഫ് എന്ന് പറയുന്ന ഈ പാക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും കയറി ചെക്കൗട്ട് ചെയ്യാം. അപ്പം എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും ഈ വീഡിയോസ് നമുക്ക് മാക്സിമം ഒരു 1K ലൈക്ക് എങ്ങനെയായാലും നിങ്ങളൊന്ന് സെറ്റാക്കുക. എല്ലാവരും നല്ലോണം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിച്ച് പൊട്ടിക്കുക. പിന്നെ നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും നാളെ വാ. ഓക്കെ, ബൈ.